പാവപ്പെട്ടവർക്കായുള്ള ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ. കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നുമുള്ള ആവശ്യം ശക്തം. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും എന്ന വാർത്ത പൊതുസമൂഹത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന തട്ടിപ്പുകൾ കണ്ടെത്തിയത്. സംസ്ഥാനത്തെ 1458 സർക്കാർ ജീവനക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. 50,000 രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് പാവപ്പെട്ടവർക്ക് നൽകുന്ന 1,600 രൂപയിൽ കൈയിട്ട് വാരിയത് എന്നതാണ് ഏറെ ആശങ്കയുളവാക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും ഉൾപ്പെടെയുള്ളവരും പെൻഷൻ കൈപ്പറ്റിയവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ തുക പലിശ സഹിതം ഈടാക്കി വകുപ്പുതല നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. 373 പേരാണ് ഈ വകുപ്പിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 224 പേരും, മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും, ആയുർവേദ വകുപ്പിൽ 114 പേരും, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലും മറ്റൊരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിലുമാണ് ജോലി ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേരും പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46 പേരും, ഹോമിയോപ്പതി വകുപ്പിൽ 41 പേരും, കൃഷി റവന്യൂ വകുപ്പുകളിൽ 35 പേർ വീതവും, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ 34 പേരും, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ 31 പേരും, കോളേജിയറ്റ് എഡ്യൂക്കേഷണൽ വകുപ്പിൽ 27 പേരും, ഹോമിയോപ്പതിയിൽ 25 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണ്. വിൽപ്പന നികുതി 14 വീതം, പട്ടികജാതി ക്ഷേമം 13, ഗ്രാമവികസനം, പോലീസ്, PSC, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ 10 വീതം, സഹകരണം 8, ലെജിസ്ലേറ്ററി സെക്രട്ടേറിയറ്റ്, തൊഴിൽ പരിശീലനം, പൊതുഭരണം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 7 വീതം, വനം വന്യജീവി 9, സോയിൽ സർവേ ഫിഷറീസ് 6 വീതം, തദ്ദേശ ഭരണം, വാഹന ഗതാഗതം, വ്യവസായവും വാണിജ്യവും, ഫയർഫോഴ്സ്, ക്ഷീരവികസനം, പൊതുവിതരണം, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് 4 വീതം, സാമൂഹ്യക്ഷേമം, രജിസ്ട്രേഷൻ, മ്യൂസിയം, പ്രിന്റിംഗ്, ഭക്ഷ്യസുരക്ഷ, എക്സൈസ്, ആർക്കിയോളജി 3 വീതം, തൊഴിൽ, ലീഗൽ മെട്രോളജി, മെഡിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ലോ കോളേജസ് 2 വീതം, NCC, ലോട്ടറീസ്, ജയിൽ, തൊഴിൽ കോടതി, ഹാർബർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ്, ഡ്രഗ്സ് കൺട്രോൾ, പിന്നോക്ക വിഭാഗ വികസനം, കയർ വികസനം 1 വീതം എന്നിങ്ങനെയാണ് മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം. വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ തുടരാനാണ് ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അനർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരായവർക്ക് മുഴുവൻ കൃത്യമായി പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ കൈയിട്ട് വാരാൻ തയ്യാറായ ഇവർ എന്തഴിമതിയും കാണിക്കാൻ മടിക്കാത്തവരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത്തരക്കാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടുകയും തട്ടിയെടുത്ത പണം പലിശ സഹിതം തിരിച്ചടപ്പിച്ച് സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയുമാണ് വേണ്ടത്.